ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെം ബികോമിലെ ഇൻകം ടാക്സ് ആൻഡ് GSTയുടെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്കോപ്പ് ഓഫ് സപ്ലൈ. ഓക്കെ, അപ്പോൾ ഇതിലൊരു 6 പോയിൻറ്റ്സ് ആണ് പറയുന്നത്. ഓക്കെ, അതായത് ഒരു സപ്ലൈ എന്തായിരിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ സപ്ലൈ എന്ന് പറയുന്നത് എന്തായിരിക്കണം? സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. അതായത് സപ്ലൈ എന്ന് പറയുന്നത് ഗുഡ്സും സർവീസും അല്ലെങ്കിൽ ഇത് രണ്ടും സപ്ലൈ ചെയ്യുന്നതായിരിക്കണം. സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. പിന്നെ സപ്ലൈ ഷുഡ് ബി മെയ്ഡ് ഫോർ എ കൺസിഡറേഷൻ. സപ്ലൈ എങ്ങനെയുള്ളതായിരിക്കണം? മെയ്ഡ് ഫോർ എ കൺസിഡറേഷൻ, ഒരു കൺസിഡറേഷന് വേണ്ടി ഉള്ളതായിരിക്കണം. ഓക്കെ, അത് മൂന്നാമത്തെ പറയുന്നതാണ് സപ്ലൈ ഷുഡ് ബി മെയ്ഡ് ഇൻ ദി കോഴ്സ് ഓർ ഫർദർനെസ് ഓഫ് ബിസിനസ്. ഓക്കെ, നാലാമത്തെ പോയിൻ്റാണ് സപ്ലൈ ഷുഡ് ബി മെയ്ഡ് ബൈ എ ടാക്സബിൾ പേഴ്സൺ. അതായത് ഒരു ടാക്സബിൾ പേഴ്സൺ ഉണ്ടാക്കിയുള്ളതായിരിക്കണം എന്ത് പറയുന്നത്? സപ്ലൈ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സപ്ലൈ ഷുഡ് ബി ടാക്സബിൾ സപ്ലൈ. ആ സപ്ലൈ എന്തായിരിക്കണം? ഒരു ടാക്സബിൾ സപ്ലൈ ആയിരിക്കണം. അതായത് നേരത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന എക്സംപ്റ്റഡ് സപ്ലൈയോ അല്ലെങ്കിൽ നോൺ ടാക്സബിൾ സപ്ലൈയോ ആയിരിക്കരുത്. അതെന്ത് സപ്ലൈ ആയിരിക്കണം? ടാക്സബിൾ സപ്ലൈ ആയിരിക്കണം. ഓക്കെ, പിന്നെ സപ്ലൈ ഷുഡ് ബി മെയ്ഡ് വിത്തിൻ ദ ടാക്സബിൾ ടെറിട്ടറി. അതായത് എല്ലാ ടെറിട്ടറീസിലും ചിലപ്പോൾ ടാക്സബിൾ ആയിരിക്കണം എന്നില്ല. ഓക്കെ, ചിലതാണ് അതിന്ന് ആ ടെറിട്ടറീസിൽ നിന്ന് എക്സംപ്റ്റഡ് ആയിരിക്കും. അപ്പോൾ ടാക്സബിൾ ടെറിട്ടറി ആയിട്ടുള്ള സപ്ലൈ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് സ്കോപ്പ് ഓഫ് സപ്ലൈയുടെ കേസിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളതാണ് ഡീംഡ് സപ്ലൈ. ഡീംഡ് സപ്ലൈ ടെക്സ്റ്റിൽ കുറച്ച് ഇതാക്കി കൊടുത്തിട്ടുണ്ട്. ഡീംഡ് സപ്ലൈ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കുക. ഞാൻ വേണമെങ്കിൽ ഞാൻ നോട്ട്സ് കൊടുക്കാൻ മറന്നുപോയി അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. ഓക്കെ, ഡീംഡ് സപ്ലൈ എന്ന് പറയുമ്പോൾ അതായത് അവിടെ പറയുന്നത് ഒരു ഏജൻറ്റും അതുപോലെ തന്നെ ഒരു പ്രിൻസിപ്പളും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു റിലേഷനാണ്. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഏജൻറ്റ് അവിടെ നിൽക്കുന്നത്? അതാണ് ഈ ഡീംഡ് സപ്ലൈ എന്ന് പറയുന്നത്. മേ ബി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഡീംഡ് സപ്ലൈ എന്ന് പറയുമ്പോൾ എ പേഴ്സൺ ആക്ടിങ് ആസ് ആൻ ഏജൻറ്റ്. ഒരു വ്യക്തി അവിടെ ഏജൻ്റായിട്ട് എന്ത് ചെയ്യാണ്? ആക്ട് ചെയ്യാണ്. ഹു ഫോർ ആൻ എഗ്രീഡ് കമ്മീഷൻ ഓർ ബ്രോക്കറേജ്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഒന്നുക്ക് ഫോർ എൻ എഗ്രീഡ് കമ്മീഷൻ, ഒന്നുക്ക് കമ്മീഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ബ്രോക്കറേജിന് വേണ്ടിയിട്ടോ ഒരു വ്യക്തി ഏജൻ്റായിട്ട് ആക്ട് ചെയ്യാണ്. എയ്തർ സപ്ലൈസ് ഓർ റെസിപ്റ്റ്സ് ഓഫ് എനി ഗുഡ്സ് ഓർ സർവീസസ് ഓൺ ബിഹാഫ് ഓഫ് പ്രിൻസിപ്പിൾസ്. അതായത് പ്രിൻസിപ്പിൾസിന് അവരുടെ ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ സപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ അത് റെസിപ്റ്റ് ചെയ്യാനോ വേണ്ടിയിട്ട്. ഓക്കെ, the transaction between such a principal and agent should be treated as deemed supply. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ പ്രിൻസിപ്പളും അതുപോലെ തന്നെ ആ ഏജൻറ്റിൻ്റെ ഇടയിൽ നടക്കുന്ന ആ ഒരു സപ്ലൈ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീംഡ് സപ്ലൈ എന്ന് പറയുന്നത്. എ പേഴ്സൺ ആക്ടിങ് ആസ് ആൻ ഏജൻറ്റ് ഹു ഫോർ ആൻ എഗ്രീഡ് കമ്മീഷൻ ഓർ ബ്രോക്കറേജ് ഏതർ സപ്ലൈസ് ഓർ റിസിപ്റ്റ്സ് എനി ഗുഡ്സ് ഓർ സർവീസസ് ഓൺ ബിഹാഫ് ഓഫ് പ്രിൻസിപ്പിൾസ്. ദ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ സച്ച് പ്രിൻസിപ്പിൾസ് ആൻഡ് ഏജൻറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ഡീംഡ് സപ്ലൈ. ഓക്കെ, പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഇതിൽ നമ്മൾ നോക്കുന്നത് ടാക്സബിൾ പേഴ്സൺ എന്താണെന്നുള്ളതാണ്. ആരാണ് ഈ ടാക്സബിൾ പേഴ്സൺ? ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുമ്പോൾ എനി പേഴ്സൺ ഹൂ എൻഗേജസ് ഇൻ എക്കോണമിക് ആക്ടിവിറ്റി ഇൻക്ലൂഡിങ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഈസ് ട്രീറ്റഡ് ആസ് ടാക്സബിൾ പേഴ്സൺ. അതായത് ഒരു വ്യക്തി എക്കോണമിക് ആക്ടിവിറ്റിയിൽ എന്ത് ചെയ്യാണ്? എൻഗേജ് ആവാണ്. അതിൽ ട്രേഡും കൊമേഴ്സും ഒക്കെ എന്താണ്? ഇൻക്ലൂഡാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത്. എനി പേഴ്സൺ ഹൂ എൻഗേജ് ഇൻ എക്കോണമിക് ആക്ടിവിറ്റി ഇൻക്ലൂഡിങ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഈസ് ട്രീറ്റഡ് ആസ് ടാക്സബിൾ പേഴ്സൺ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു എനി പേഴ്സൺ. എനി പേഴ്സൺ ഏതെങ്കിലും ഒരു വ്യക്തി. അപ്പോൾ ആരാണ് ഈ വ്യക്തി? അത് നമുക്ക് നോക്കാം. ഓക്കെ, ഈ the term person has been defined in section 2 subsection 73 of the GST Act as follows. ആ പേഴ്സൺ എന്ന് പറയുന്നത് മേ ബി ഇൻഡിവിജ്വൽ ആയിരിക്കാം. എൻ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു HUF ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, അല്ലെങ്കിൽ എ കമ്പനി ആയിരിക്കാം, അല്ലെങ്കിൽ എ പാർട്ട്ണർഷിപ്പ് ഫേം ആയിരിക്കാം, എ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ആയിരിക്കാം. പിന്നെ എനി ബോഡി കോർപ്പറേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എ കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ എനി ലോ റിലേറ്റഡ്. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ എ ലോക്കൽ അതോറിറ്റി ആയിരിക്കാം, ഗവൺമെൻറ് ആയിരിക്കാം. സൊസൈറ്റീസ് ആസ് ഡിഫൈൻഡ് അണ്ടർ ദി സൊസൈറ്റീസ് ആക്ട് 1860.
അതായത് ഇതൊക്കെയാണ് ആ ഒരു പേഴ്സൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിലെല്ലതൊന്നും പഠിക്കണം എന്ന് പറയില്ല. ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് പോയിന്റ്സ് ഇല്ലേ, ഇൻഡിവിജ്വൽ, HUF, കമ്പനി, പാർട്ട്ണർഷിപ്പ്, ഫേം, അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, ഇതൊന്ന് പഠിച്ച് വെക്കുക. ഇത് മറന്നു പോകരുത്. ഇതാണ് ആ ഒരു ടാക്സബിൾ പേഴ്സൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ടൈം ഓഫ് സപ്ലൈ എന്താണെന്നും അതിൻ്റെ കുറച്ച് ക്ലാസിഫിക്കേഷൻസുമാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലേസ് ഓഫ് സപ്ലൈ ഉണ്ട്, പിന്നെ അതിൻ്റെ കുറച്ച് പ്രിൻസിപ്പിൾസും. ഓക്കെ, അതുകൂടെ കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോസുകളായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞതിൽ വല്ല ഡൗട്ട്സും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.